ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടക്കാൻ പോകുന്ന 2024-25 നടക്കാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു 6 പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലാബ് അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, പിയൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ, 6 പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഓരോ പോസ്റ്റിനും എത്രത്തോളം ആപ്ലിക്കൻ്റ് ഉണ്ട്, എത്ര വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്, എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 447/2023 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലാബോറട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം ആ വീഡിയോ പോയി കറക്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ അധികമായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാം എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിസംബർ 28 പക്ഷേങ്കിൽ ഇത് കൺഫർമേഷൻ വന്നതിന് ശേഷം എത്രത്തോളം ആപ്ലിക്കൻറ്റ് ടോട്ടൽ ഉണ്ട് അത് അനുസരിച്ച് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം കൂടി ചേർത്തതിന് ശേഷം മാത്രമേ എത്ര സ്റ്റേജായിട്ട് എക്സാം നടക്കൂ എന്നാണ് അറിയാനുള്ളത്. ഒരു 3-4 സ്റ്റേജായിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് 28/12/24 എക്സാം നടക്കുമെന്നാണ്. ആപ്ലിക്കൻ്റിൻ്റെ അനുസരിച്ച് സ്റ്റേജുകൾ 1-2-3 സ്റ്റേജുകളൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്നത്. എന്തായാലും ഡിസംബറിൽ ഫസ്റ്റ് സ്റ്റേജോ അല്ലെങ്കിൽ 1-2 സ്റ്റേജ് എക്സാം ഡിസംബറിൽ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി പഠിക്കാം. അപ്പോൾ നമുക്ക് ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 447/2023. അത് തിരുവനന്തപുരത്ത് 86,572 ആപ്ലിക്കൻ്റ് വന്നിട്ടുണ്ട്. കൊല്ലത്ത് 49,725 പേര് ആപ്ലിക്കൻ്റ് ഉണ്ട്. പത്തനംതിട്ടയിൽ 15,484, ആലപ്പുഴയിൽ 31,981, കോട്ടയം 21,285, ഇടുക്കി 16,133, എറണാകുളം 51,461, തൃശ്ശൂർ 34,236, പാലക്കാട് 49,916, മലപ്പുറം 45,556, കോഴിക്കോട് 46,633, വയനാട് 15,686, കണ്ണൂർ 32,363, കാസർഗോഡ് 19,106. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എത്ര വേക്കൻസിയൊക്കെ ഉണ്ട് ഓരോ ജില്ലയിലും, എത്ര വേക്കൻസിയൊക്കെ ഉണ്ട് എന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു പോസ്റ്റാണ് ഓഫീസ് അറ്റൻഡൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, കാറ്റഗറി നമ്പർ 587/2023. ഇത് സ്റ്റേറ്റ് വൈഡായിട്ട് നടക്കുന്ന എക്സാമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വേക്കൻസിയുടെ കാര്യമെല്ലാം അതിനകത്തും പറയുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 28/12/2024 നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ കൺഫർമേഷൻ വരുന്നതിൻ്റെ അനുസരിച്ച് സ്റ്റേജുകൾ എത്ര സ്റ്റേജൊക്കെയാണോ ഡേറ്റുകൾ വ്യത്യാസം സംഭവിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റാണ് സ്റ്റോർ കീപ്പർ കാറ്റഗറി നമ്പർ 134/2023. അത് സ്റ്റേറ്റ് വൈഡായിട്ട് നടക്കുന്ന എക്സാമാണ്. അത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. അതിൻ്റെ എക്സാമും പ്രിലിമിനറി എക്സാം നടക്കുന്നത് 28/12/2024 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിന് ടോട്ടൽ ആപ്ലിക്കൻറ്റ് 4,46,115 അതിൻ്റെ സാലറി സ്കെയില് 9,190 മുതൽ 15,780 വരെയാണ്. ഇതുവരെ ഇതിനൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ. ഇത് 4 ജില്ലയിലാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 446/2023. അത് തിരുവനന്തപുരത്ത് 1,25,728 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 4 വേക്കൻസി ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് 98,219 ആപ്ലിക്കൻ്റ് ഉണ്ട്. 2 വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് 73,811 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ വേക്കൻസി ഇതുവരെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ 73,690 അവിടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 26,500 മുതൽ 60,700 വരെയാണ്. ഇനി അടുത്തൊരു പോസ്റ്റാണ് പിയൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ കാറ്റഗറി നമ്പർ 696/2023. ഇത് സ്റ്റേറ്റ് വൈഡായിട്ട് നടക്കുന്ന എക്സാമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ OA ആണ്. ഇതിൻ്റെ വേക്കൻസി ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടോട്ടൽ ആപ്ലിക്കൻറ്റ് 5,80,510. ഇതിൻ്റെ സാലറി സ്കെയില്
16,550 മുതൽ 42,950 വരെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റാണ് സ്റ്റോർ കീപ്പർ, കട്ടേർ നമ്പർ 259/2023. ഇത് സ്റ്റേറ്റ് വൈഡായിട്ട് നടക്കുന്ന എക്സാമാണ്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. ഇതിൻ്റെ ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ 32,359 പേരാണ്. ഇത് 2 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 18,000 മുതൽ 41,500 വരെയാണ്. ഇതിൻ്റെ കൂടെ വേറെ ചില പോസ്റ്റുകളും ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് പിന്നീട് പറയാം. കുറച്ച് പേര് ഇതിൻ്റെ ഏതൊക്കെ എക്സാം ആണെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിലിമിനറി എക്സാം ഡിസംബറിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഒരു കണക്കും കൂടെ വരും. ടോട്ടൽ എത്രത്തോളം ആപ്ലിക്കൻ്റ് ഉണ്ടെന്നുള്ളത്. അതിനുശേഷമായിരിക്കും എത്ര സ്റ്റേജായിട്ടാണ് എക്സാം നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുക. ഇപ്പോൾ എല്ലാവരും ഇനി പഠിച്ചു തുടങ്ങുക. 10th പ്രിലിംസിൻ്റെ സിലബസ് എല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ഡീറ്റെയിലായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.